സോ നമുക്ക് ഇന്നത്തെ ബിഗ് ബോസ് ടോക്കിലേക്ക് തന്നെ പോകാം. സീസൺ 7 അടുക്കുകയാണ്. അപ്പം അതിന്റെ ഒരു ചൂട് പിടിപ്പിക്കാൻ നമുക്ക് കുറച്ച് ബിഗ് ബോസ് ടോക്കും കാര്യങ്ങളും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട സംസാരമൊക്കെ വേണമല്ലോ. കാരണം ഓൾറെഡി അടുത്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് വെറുതെ വീഡിയോ ഒന്നും ഇടാതിരുന്നിട്ട് കാര്യമില്ല. അപ്പം ബിഗ് ബോസ് വരുമ്പോൾ ബിഗ് ബോസിന്റെ റിവ്യൂവും അപ്ഡേറ്റുകളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പൊ ഒരു വാമപ്പ് ആയിട്ട് തന്നെ കരുതിയാൽ മതി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു മികച്ച സീസണിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് മികച്ച സീസൺ അല്ല, മികച്ച കണ്ടസ്റ്റന്റ്, അതായത് മികച്ച ഡിസേർവ്ഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആരായിരുന്നു ബിഗ് ബോസ് മലയാളത്തിൽ ഉണ്ടായത്. അതുപോലെ നിങ്ങൾ പ്രേക്ഷകർക്കും അഭിപ്രായം പറയാവുന്നതാണ്. ആരാണ് നിങ്ങൾക്ക് തോന്നിയതിൽ മികച്ചതായിട്ട് വിന്നായത്, വെൽ ഡിസേർവ്ഡ് ആയിട്ട് വിന്നായ കണ്ടസ്റ്റന്റ് ആരാണ് എന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം പറയാവുന്നതാണ്. അപ്പൊ നമുക്ക് സീസൺ 1 മുതൽ നമ്മൾക്ക് കഴിഞ്ഞ സീസൺ 6 വരെ നമുക്ക് നോക്കാം മികച്ചൊരു വിന്നർ ആരായിരുന്നു, എന്താണ് കാരണം. എന്റെ അഭിപ്രായങ്ങളാണ് ഞാൻ അതിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനോട് യോജിക്കാം, യോജിക്കാതിരിക്കുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. അപ്പം എന്നെ സംബന്ധിച്ച് ആദ്യം നമുക്ക് സീസൺ 1 മുതൽ ആരൊക്കെയായിരുന്നു വിന്നർ എന്ന് നോക്കാം. അവരുടെ പ്ലസും മൈനസും, അതുപോലെ തന്നെ എത്രത്തോളം മികച്ചതായിരുന്നു, എത്രത്തോളം ഡിസേർവ്ഡ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ സീസൺ 1 സാബുമോൻ വിന്നർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു എന്റർടൈനർ അല്ലെങ്കിൽ മാസ് ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുത്ത് പുള്ളിയുടെ കഴിവ് കൊണ്ട് സംസാരത്തിലാണെന്നുണ്ടെങ്കിലും ഗെയിം ലെവലിലാണെന്നുണ്ടെങ്കിലും പുള്ളിയുടെ ബുദ്ധിപരമായിട്ടുള്ള പല നീക്കങ്ങളിലാണെന്നുണ്ടെങ്കിലും സീസൺ 1 മികച്ചൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സാബുമാൻ. അതുപോലെ തന്നെ റണ്ണറപ്പ് ആയിരുന്ന പേളിക്ക് മികച്ചൊരു കോമ്പറ്റീഷൻ. ഇപ്പൊ പേളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം സീസണിലേക്ക് വരുമ്പോൾ മികച്ച ഒരു ഓഡിയൻസിന്റെ സപ്പോർട്ട് പുറത്തുനിന്ന് ഫാമിലി സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ യൂത്തിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ അത്രയ്ക്കും ഒരു മാസ് ഓഫ് ഫോളോവേഴ്സ് ഒക്കെ ആയിട്ട് എത്തിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് പേളി. അതുപോലെ തന്നെ സപ്പോർട്ടും ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പം അത്രയ്ക്കും കോമ്പറ്റീഷൻ കൊടുത്ത ഒരാളുടെ ഇടയിൽ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റുമായിട്ട് വന്ന് ബിഗ് ബോസിനുള്ളിലെ പ്രകടനം കൊണ്ട്, പെർഫോമൻസ് കൊണ്ട്, സ്വന്തം കഴിവുകൾ കൊണ്ട് വിന്നായി എടുത്ത ഒരാളാണ് സാബുമോൻ എന്ന് പറയുന്നത്. വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് തന്നെ നമുക്ക് പറയാം സീസൺ 1 വിന്നർ സാബുമോൻ. അതിനുശേഷം സീസൺ 2 കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. സീസൺ 3 മണിക്കുട്ടനായിരുന്നു വിന്നർ. മണിക്കുട്ടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഞാൻ അതിനെ സംസാരിക്കുന്നില്ല. ഈ ഒരു കമ്പാരിസണിലേക്ക് പോലും ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അതൊരു തട്ടിക്കൂട്ട് വിന്നർ എന്ന് തന്നെ നമുക്ക് പറയാം. കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയി പോയിട്ടുള്ള ഒരു സീസൺ എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്ത് ഒരു തട്ടിക്കൂട്ട് വിന്നറിനെ ഒപ്പിച്ചെടുക്കുകയായിരുന്നു സീസൺ 3 നമ്മുടെ മണിക്കുട്ടനെ എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ ഈ ഒരു കമ്പാരിസണിൽ മണിക്കുട്ടന്റെ ആ ഒരു പേരും സീസൺ 3 പറ്റിയും കൂട്ടുന്നില്ല. അടുത്തത് സീസൺ 4 വന്നു കഴിഞ്ഞാൽ ദിൽഷയായിരുന്നു വിന്നറായിട്ട് വന്നത്. ദിൽഷയുടെ വിന്നിങ് എങ്ങനെയായിരുന്നു എന്ന് നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും ബിഗ് ബോസ് കാണുന്നവർക്കും അറിയാം. ദിൽഷ ഒരു മോശം കോമ്പറ്റീറ്ററോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മോശം ബിഗ് ബോസ് കണ്ടസ്റ്റന്റോ ഒന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു സീസണിൽ മികച്ചൊരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു ദിൽഷ. മികച്ച രീതിയിൽ ഗെയിമുകൾ കളിക്കുന്നുണ്ടായിരുന്നു, മികച്ച രീതിയിൽ പ്ലാനിങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു, മികച്ച രീതിയിൽ തന്നെ സർവൈവ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ ആ ഒരു ബിഗ് ബോസ് വിന്നർ എന്ന നിലയിലേക്ക് വരാനുള്ള ഒരു മാസ് ഓഫ് ഓഡിയൻസിന്റെ സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ദിൽഷയെ സംബന്ധിച്ചില്ലായിരുന്നു. ബട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ സപ്പോർട്ടിൽ, അതെന്നുണ്ടെങ്കിൽ കണ്ടസ്റ്റന്റിന്റെ ഫാൻസിന്റെ സപ്പോർട്ടിലാണ് ദിൽഷ വിന്നായത്. അപ്പൊ ഒരു ഡിസേർവ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസേർവ്ഡ് ആയിരുന്നു, ബട്ട് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റൊരാളുടെ ഫാൻസിന്റെ സപ്പോർട്ടിൽ വിന്നായത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു വിന്നിങ് മൊമെന്റ്സിനെ ആ ഒരു രീതിയിലേക്കും അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കും നമുക്കൊരു മികച്ച വിന്നർ എന്ന രീതിയിലേക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അടുത്ത സീസൺ 5 നമുക്ക് എത്തിയത് അഖിൽ മാരാറാണ്. അഖിൽ മാരാറുടെ വിന്നിങ് എന്ന് പറയുന്നത് അഖിൽ മാരാറുടെ പെർഫോമൻസ് കൊണ്ടും സ്വന്തം കഴിവുകൾ കൊണ്ടും പ്രേക്ഷകരെ കയ്യിലെടുത്ത് തന്നെയായിരുന്നു അഖിൽ വിന്നായത്. എന്നാൽ ആ ഒരു സീസണെ പറ്റി നമുക്ക് സംസാരിച്ചു കഴിയുമ്പം എല്ലാവർക്കും തന്നെ അറിയാം ആ ഒരു സീസൺ മൊത്തത്തിൽ പ്രേക്ഷകർ എഴുതി തള്ളിയ ഒരു സീസൺ ആയിരുന്നു. അഖിലിനൊരു മികച്ച കോമ്പറ്റീറ്റർ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മികച്ച എതിരാളിയോ ആ ഒരു സീസണിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു എതിരാളികൾ ഇല്ലാതെയാണ് അഖിൽ ആ ഒരു സീസണിൽ വിൻ ചെയ്തത്. അപ്പം നമുക്ക് ആ ഒരു വിന്നിങ് മൊമെന്റിനെ കുറച്ച് കാണിക്കുന്നില്ല. ബട്ട് നമുക്കൊരു മികച്ച വിന്നർ ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിലേക്ക് അധികം കൺസിഡർ ചെയ്യാൻ സാധിക്കത്തില്ല. ബട്ട് അഖിലിന് കഴിവുണ്ടായിരുന്നു, മികച്ച രീതിയിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, മികച്ച രീതിയിൽ ഗെയിം തന്നു, പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്തു, നല്ലൊരു പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുക്കാൻ സാധിച്ചു. അതുകൊണ്ടാണല്ലോ മറ്റൊരാൾക്കും കിട്ടാത്തത്ര സപ്പോർട്ട് ആ ഒരു സീസണിൽ അഖിൽ മാരാർക്ക് കിട്ടുകയും ഒരു കോമ്പറ്റീറ്റർ പോലും ഇല്ലാതെ, ഒരു എതിരാളി പോലും ഇല്ലാതെ വിൻ ചെയ്യാൻ സാധിച്ചതും. എന്താണെന്നുണ്ടെങ്കിലും അഖിലും ഒരു മികച്ച വിന്നർ തന്നെ എന്ന് പറയാം. ബട്ട് ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ഒരു മികച്ചത് എന്ന് പറയുന്ന അത്രയും ഒരു ലെവലിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. അടുത്ത സീസൺ 6 വിന്നർ ആയിരിക്കുന്നത് നമ്മുടെ ജിൻഡോയാണ്. ജിൻഡോ എങ്ങനെയാണ് വിന്നായതെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സീസൺ കണ്ടവർക്ക് അറിയാം. ഈ ഒരു സീസണും പ്രേക്ഷകർ എഴുതി തള്ളിയതാണ്. കംപ്ലീറ്റ് വാഴകളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുതിയൊരു പവർ റൂം കൺസെപ്റ്റും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് എത്തിയെങ്കിൽ പോലും ആ ഒരു കൺസെപ്റ്റ് അടക്കം മൊത്തത്തിൽ ചീറ്റിപ്പോയി. അപ്പം ആ ഒരു സീസൺ മൊത്തത്തിൽ പ്രേക്ഷകർ എഴുതി തള്ളി. പിന്നെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ കാര്യവും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു. മൊത്തം വാഴകൾ തന്നെയായിരുന്നു. ദുരന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ
കുറെ ദുരന്തങ്ങൾ വന്ന ഒരു സീസൺ ബിഗ് ബോസ് മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ ഒരു സീസൺ എങ്ങനെയൊക്കെയോ അവസാനിച്ചു. ഉണ്ടായിരുന്ന കുറെ വാഴകൾക്കിടയിൽ നിന്ന് കുഴപ്പമില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളതിലെ ഭേദം എന്ന് തോന്നിയ ഒരാളെ പ്രേക്ഷകരെല്ലാവരും കൂടെ തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് വിന്നറാക്കി എന്നതല്ലാതെ ഒരു മികച്ച വിന്നർ അല്ലെങ്കിൽ ഒരു മികച്ച കണ്ടസ്റ്റന്റ്, മികച്ച പെർഫോമർ, പ്രേക്ഷകർക്ക് എന്റർടൈൻ ചെയ്യാൻ എന്തെങ്കിലും തന്ന ഒരു പെർഫോമർ എന്നൊന്നും നമുക്ക് ജിൻഡോയെ പറയാൻ സാധിക്കത്തില്ല. ഉള്ളതിലെ ഭേദം എന്ന് തോന്നിയ ഒരാളെ പ്രേക്ഷകരെല്ലാവരും കൂടെ ചേർന്ന് തപ്പിപ്പെറുക്കി വിന്നറാക്കി എന്ന് മാത്രം. അപ്പോൾ നമുക്ക് മികച്ച വിന്നർ ആരായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇന്നൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, ബിഗ് ബോസ് മലയാളം സീസൺ 1 സാബു മോൻ എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തിനെയാണ് നമുക്ക് മികച്ച വിന്നർ, അല്ലെന്നുണ്ടെങ്കിൽ ഈ സീസൺ 1 മുതൽ സീസൺ 6 വരെ എടുത്ത് നോക്കുമ്പോൾ മികച്ചൊരു കോമ്പറ്റീഷൻ കൊടുത്ത് സ്വന്തം കഴിവുകൾ കൊണ്ട്, പെർഫോമൻസ് കൊണ്ട് പ്രേക്ഷകരെ കൈയെടുത്ത് എടുത്ത ഒരു വിന്നർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് അഖിലിന്റെ പേര് പറയാൻ സാധിക്കും. അഖിൽ മാരാറുടെ പേര് പറയാൻ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. കാരണം ആ ഒരു സീസണിലും അഖിലിൻ്റെതായ കഴിവുകൾ കാണിച്ചു. എന്നാൽ സാബു മോനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അധികം ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല, ഈസി ആയിട്ട് വിൻ ചെയ്തു വന്നു. സോ മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ സീസൺ 1 വിന്നർ സാബു തന്നെയാണ് മികച്ച ഒരു വിന്നറായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകർ ഒന്ന് അഭിപ്രായം പറയുക കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ആരാണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ചതെന്ന് തോന്നിയ ഒരു കണ്ടസ്റ്റന്റിന്റെ പേര് പറയുക. അതുപോലെ തന്നെ എന്താണ് കാര്യം, എന്താണ് നിങ്ങൾക്ക് പുള്ളി മികച്ചതായിട്ട് തോന്നിയത്. കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ വിന്നർ കേട്ടോ, ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. മികച്ച വിന്നർ ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് ഉള്ള ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.